നമസ്കാരം. പാട്രിയറ്റ് ലാലേട്ടനും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്നുള്ള ഒരു USP സെയിൽ ചെയ്ത് മാർക്കറ്റ് ഹൈപ്പ് കയറ്റിയിട്ടുള്ള ഒരു സിനിമ. മഹേഷ് നാരായണാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ലാലേട്ടനൊപ്പം വമ്പൻ താരനിരയുണ്ട്. ഏതാണ്ട് 125 കോടിക്ക് മുകളിൽ മുടക്കിയാണ് ഈ സിനിമ ഇറക്കിയെന്നൊക്കെയാണ് പറയുന്നത്. 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ലെങ്ത് വരുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. 3 മണിക്കൂർ വരുന്ന ഈ ഒരു സിനിമ ഒറ്റ വാചകത്ത് പറഞ്ഞാൽ ഒരു ഉറക്കവിളിയാണ്. പേഴ്സണലി ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു സിനിമാനുഭവം. ഒരു തരത്തിലും ഞാനെന്ന പ്രേക്ഷകരുമായിട്ട് ഈ സിനിമ എവിടെയും കണക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഒരു സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു കഥയിലായിരിക്കും അവരുടെ കഥാപാത്രങ്ങൾ വരിക. അത് തന്നെയാണ് അവരുടെ ഒരു സിനിമയൊക്കെ വളരെ ഹൈ ആയിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടികൾ ഉണ്ടെങ്കിൽ അവരുടെ സിനിമയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ആവും. ഇപ്പൊ ഞാൻ കണ്ട തിയേറ്ററിൽ ഏതാണ്ട് ഒരു 99% ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എവിടെയും ഒരു ക്ലാപ്പിംഗ് മൊമെന്റ് ഇല്ല. ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഇൻട്രോയ്ക്ക് മാത്രമാണ് ഒരു ക്ലാപ്പിംഗ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ലാലേട്ടന്റെ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്, അതുപോലെ മമ്മൂക്കയുടെ ഇന്റർവെൽ സീൻ. ഇത് മാത്രമാണ് ചെറിയൊരു അനക്കം പോലും ഉണ്ടാക്കിയത്. ആലോചിക്കേണ്ടത് 3 മണിക്കൂർ കഥയാണ്. ഇതിൽ ഇത്രയും താരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കില്ല. അതുപോലെ തന്നെയാണ് ഇവർക്ക് ആർക്കും പ്രോപ്പർ ആയിട്ടൊരു ഇൻട്രോ പോലും കൊടുത്തിട്ടില്ല. മുൻപ് മഹേഷ് നാരായണൻ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ട്രിലോജി പടമാണ്. അതായത് മുൻപ് വന്നിട്ടുള്ള അദ്ദേഹത്തിന് സീ യു സൂൺ അറിയിപ്പ് അതുമായി ചേർത്ത് വെക്കാവുന്ന ഒരു സിനിമയാണ് പാട്രിയറ്റ്. കാരണം അതിന്റെയൊക്കെ കോർ കണ്ടന്റ് സെയിം ആണ്. ഇപ്പൊ ട്രെയിലറിലും ടീസറിലൊക്കെ പറയുന്ന പോലെ സോഷ്യൽ സ്കോർ, അതുപോലെ സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു മെയിൻ ത്രെഡൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് ടു എൻഡ് സിനിമ ഇങ്ങനെ ഒരു പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നത്, അതിലൂടെ അവരുടെ പ്രൈവസിയിൽ, അങ്ങനെ കുറെ പരിപാടികൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെ ഇത് കണക്ട് ആവുന്നില്ല. ഓരോ കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് വരുന്നുണ്ട്, അവരോട് ആരോട് നമ്മൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ഫസ്റ്റ് ഹാഫ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടന് വരുന്ന കുറച്ച് പോർഷൻസ് ആണ് എന്തെങ്കിലുമൊക്കെ ഓക്കെ ആയിട്ടുള്ളത്. സ്റ്റിൽ ആ പോർഷൻസ് പോലും ലാലേട്ടനും മമ്മൂക്കി ഒരുമിച്ചുണ്ടായിട്ടും വലിയ ഹൈ ഒന്നും തരുന്നില്ല എന്നുള്ളതാണ്. 3 മണിക്കൂറുള്ള സിനിമ 1.5 മണിക്കൂർ ആദ്യ പകുതിയുണ്ട്. ആദ്യ പകുതി കുറെ സ്ഥലങ്ങളിൽ കുറച്ചൊരു ലാഗ് ഫീൽ ഉണ്ടെങ്കിലും കുറെയൊക്കെ എൻഗേജിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉള്ള സിനിമയുമാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എടുത്ത് പറയാം. സുഷിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും അങ്ങനെ നന്നായി തോന്നിയിട്ടില്ല. ദെൻ പെർഫോമൻസ് വൈസ് മമ്മൂക്കയാണ് മെയിൻ റോള് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു വയ്യ ഫീൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം അസുഖമൊക്കെ ആയി ബന്ധപ്പെട്ട് മാറുന്നതിന് ശേഷമൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ സ്ക്രീനിൽ കാണാനുണ്ട്. ഇപ്പൊ മെയിൻ ആക്ടേഴ്സിലേക്ക്, മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാനിയൽ ജെയിംസ് എന്ന ക്യാരക്ടറെ കൂടെ തന്നെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. സെൻട്രൽ ക്യാരക്ടറും മമ്മൂക്ക ചെയ്ത ഡാനിയൽ ജെയിംസ് തന്നെയാണ്. പിന്നെ വരുന്നത് കുഞ്ചാക്കോ ബോബന്റെ ഒരു ക്യാരക്ടറും, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ വില്ലൻ റോളിലാണ്. ഫഹദിന്റെ വില്ലൻ റോളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഫഹദിന്റെ ഫാദറായിട്ടാണ് രാജീവ് മേനോന്റെ ക്യാരക്ടർ. അതും പുള്ളിയുടെ പെർഫോമൻസ് ശോകമായിരുന്നു. ഫഹദ് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന പോലെയാണ്. പുള്ളിയുടെ ഇങ്ങനെ പ്രസംഗമാണ് പരിപാടിയൊക്കെ. ക്ലൈമാക്സിലൊക്കെ വൻ കോമഡി, ഒരു സ്പൂഫ് പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടന്റെ എൻട്രി വരുന്നുണ്ട്. ആ ഒരു മൊമെന്റും പരിപാടിയൊക്കെ കൊള്ളാമായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു ഹൈ ഫീൽ ഒന്നും ഇല്ലാതെയായിരുന്നു. ലാലേട്ടന്റെ ക്യാരക്ടർ ഒരു പോർഷൻ തൊട്ട് ഒരു പോർഷൻ വരെ ഉള്ളൂ. ദെൻ അത് സിനിമ കണ്ടു തന്നെ തീരുമാനിക്കുക. ലാലേട്ടന്റെ പോർഷൻ മോശമായി തോന്നിയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. ലാലേട്ടനും മമ്മൂക്കയും വരുന്ന ഒരു ചേസിംഗ് സീനും പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ മുന്നേ ഉള്ള കുറച്ച് കോമഡി പരിപാടി ഉണ്ട്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവരെ രണ്ടുപേരും കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളതാണ് തോന്നിപ്പോയത്. ഏതായാലും ഒരു തിയേറ്റർ മൊമെന്റ് പോലും എടുത്ത് പറയാനില്ലാത്ത, ഒന്നും ഓർത്ത് വെക്കാനില്ലാത്ത ഒരു ഫ്ലാറ്റ് പടം. സെക്കൻഡ് ഹാഫ് ആണ് പടത്തെ വലിയ രീതിയിൽ ഡൗൺ ആക്കുന്നത്. നിങ്ങൾ എന്ത് തേങ്ങ പരിപാടി പറയുകയാണെങ്കിലും അത് കാണാൻ വരുന്ന പ്രേക്ഷകൻ അത് കണക്ട് ആവണം. പിന്നെ ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന കഥയാണെങ്കിൽ പോലും അത് സിനിമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാനും പറ്റണം. അങ്ങനെ അത് പ്രേക്ഷകന് കണക്ട് ആവുള്ളൂ. ലാർജർ ദാൻ ലൈഫ് പരിപാടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന പരിപാടി ഒക്കെ ആണെങ്കിൽ പോലും പ്രേക്ഷകന് കുറച്ചൊക്കെ ഒരു ലോജിക്ക് ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ പ്രേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. നിങ്ങൾ ഈ ധൃതിപ്പെട്ടിട്ട് ഇങ്ങനെ കുത്തി നിറച്ച പോലെ കഥ പറഞ്ഞ് എങ്ങോട്ട് പോവാണ്? ഓർത്ത് വെക്കാൻ ഒരു നിമിഷം പോലും തരാത്ത 125 കോടിയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു നിരാശ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇത്രയും വലിയ താരങ്ങളെ കിട്ടിയിട്ട് പോലും. സെക്കൻഡ് ഹാഫിൽ നയൻതാര വരുന്നുണ്ട്, മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. എന്തോ ഒരു അഭിനയം കുറച്ച് സീനുകളിൽ കഴിഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവരെയൊക്കെ പോസ്റ്ററിൽ വലിയ തലയായും പരിപാടിയായിട്ടും കാണിച്ചു വെച്ചിട്ട് ഈ സിനിമയ്ക്ക് അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോ ക്യാരക്ടറിനും ഓരോ പെർഫോമേഴ്സിനും ഒക്കെ കൊടുക്കുന്ന ഒരു സ്പേസ് എന്താണെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയും സ്ക്രിപ്റ്റും ഒക്കെ ആവണം. എനിവേ പാട്രിയറ്റ് വലിയ നിരാശയാണ്. ഓർത്ത് വെക്കാൻ ഒന്നുമില്ല. ലാലേട്ടനും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കണ്ടു എന്നുള്ളത് മാത്രമാണ് പാട്രിയറ്റിൽ നിന്ന് എടുക്കുന്നത്. അതിനപ്പുറം ഒന്നും തന്നെ പാട്രിയറ്റ് പേഴ്സണലി തന്നില്ല. ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമാനുഭവം മാത്രമായിരുന്നു. തീർത്തും നിരാശ സമ്മാനിച്ച ഒരു സിനിമ.